വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ കുറെ വർഷങ്ങളായിട്ട് പ്രൊഫഷണലായിട്ട് മിമിക്രി ആർട്ടിസ്റ്റ് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ KCNCയുടെ നഫറ്റി ക്രൂയിസ്, സാഗറാണി ക്രൂയിസ് എന്ന് പറഞ്ഞ മറ്റേ ഷിപ്പും വെസലുകളൊക്കെ ഉണ്ട്. അതിൽ എന്റർടൈൻ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ പെർഫോമൻസിലേക്ക് പോകാം. അപ്പൊ ബൈച്ചേട്ടന്റെ സൗണ്ട് ഫസ്റ്റ് പണി. നിങ്ങളുടെ പേരും ഷാജി എന്നാ? ഞാനും ഷാജിയാണ്. എന്റെ പേര് ഷാജി സുകുമാരൻ. എന്താ കിഴക്കം പേരാണല്ലേ? അത് അല്ലാതെ ബിജു, ബൈജു, ആസിഫ് എന്നാ പേരാത്? ഇപ്പൊ ഇതിന്റെ കൃത്യമായിട്ടുള്ള ശബ്ദമാണോന്ന് അറിയണമെങ്കിൽ ഓഡിയൻസിന് പെട്ടെന്ന് അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇപ്പൊ ബൈചേട്ടന്റെ ശബ്ദം അറിയാം, നമുക്കറിയാം. ബൈചേട്ടൻ പറഞ്ഞിട്ട് അതിന്റെ ഇമ്മീഡിയറ്റ് അതേ ഡയലോഗ് ബദർ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നല്ലേ ലൂസിഫർ ഡയലോഗ്. ഇത്രയും നാൾ അപ്പുറത്ത് നോറ്റിയപ്പോ നിനക്ക് തോന്നിയില്ലടേ ഇപ്പുറത്ത് ഒരുത്തം കാണുമെന്ന്? ഒരു മര്യാദയൊക്കെ വേണ്ടടേ. ഇത്ര നാൾ അപ്പുറത്ത് നോറ്റിയപ്പോ നിനക്ക് തോന്നിയില്ലടേ ഇപ്പുറം പൊരുത്തം കാണുമെന്ന്? ഒരു മര്യാദയൊക്കെ വേണ്ടേ? അപ്പൊ ഞാൻ ഒരു സ്പോട്ട് 51 വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 51 പേര്? മറ്റേ സ്പോട്ട് ഡബിങ് അല്ല, സ്പോട്ട് സ്റ്റാർ. ഓരോ ഫോട്ടോസ് മാറി വരും. നമ്മളാണ് അബ്ദുള്ള. നമ്മുടെ മുഴുവൻ പേര് അബ്ദുൽ ഖാദർ അബ്ദുള്ള. നിങ്ങൾ പുത്രനായത് കൊണ്ടാണ് നമ്മളെ പറ്റിക്കൽ. ഇത് പോലീസ് സ്റ്റേഷനാണ്. പിന്നെ വാപ്പട വകയില്ല. ഇവിടെ ഇരിക്കാൻ പറയുമ്പോൾ മാത്രം ഇരുന്നാൽ മതി. വെൽഡം മിസ്റ്റർ ബാബു. മര്യാദക്ക് നല്ലത്. അത് ഭാരതത്തിൽ നിന്റെ മാലി എന്റെ ദേശീയ ബംഗ്ലാവിലേക്കും ചക്രവർത്തി നിനക്ക് ഞാൻ എന്റെ പുഷ്പഗോപുരം തുറന്നു രത്നവാദം പുറത്തു വെച്ചിട്ട് കടന്നുപാടി. മഹേശ്വരി, നീങ്ങ വളർന്നു പോയിലൂടെ പെണ്ണി മനോഹരി. ഞാനൊരു വികാരജീവിയാണ്. പയ്യന്നൂർ കോളേജിന്റെ വരാൻ്റെ കൂടി ഞാൻ കടന്നു പോയപ്പോൾ എനിക്ക് അച്ഛൻ എന്റെ മക്കളടിച്ചു. വടക്കത്തുള്ള വടക്ക് അല്ല, ഇതാര് സിബിയോ? കുടിക്കാൻ ബ്രാൻഡിയോ വിസ്കിയോ? രണ്ടു പടിയില പുറത്തു പോയി വാങ്ങി വന്നാട്ടെ കുടിച്ചാട്ടെ. എന്നെ മനസ്സിലാക്കാൻ, എന്റെ മനസ്സിന്റെ ഇപ്പിങ് മനസ്സിലാക്കാൻ എനിക്ക് രാജാവിന്റെ പുലർക്കാന്ന് കെട്ടപ്പോഴേ എന്റെ കണ്ണത്തച്ചു പോലെയാ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാനങ്ങ് തിരിച്ചു പോന്നു. പണിക്കര് ചാറൊന്നു ചുമ്മാതിരുന്നേ. പറഞ്ഞ പോലെ ചാക്കോച്ചി. ആരാധോ ചോദിച്ച അറിയാൻ പറഞ്ഞത് ആരാണോ തും കോണേ ആരാധ? ഞാനാണ് അപ്പുകുട്ടൻ. മനസ്സിലായില്ലേ? അല്ല, ഇതൊരു ബാബയിൽ തിരുവരൂ ഓടാൻ നമുക്ക് കേരളത്തിൽ പോകണ്ടേ? എന്റെ ഓണയ ഓണയെന്ന് അറിഞ്ഞില്ലേട്ടോ. ഓണയിൽ ഭയങ്കര പ്രശ്നം തോണിയും വലിയേട്ടോ വിരൂതുണ്ടോ? താമരശ്ശേരി ചുരം. അതെ, ചുരങ്ങള് പോയ ആനയുണ്ട്, ആന പാപ്പുണ്ട്. അതെ, അയ്യോ ആരാത്? മറിയപ്പിളിങ്ങാൻ ഒന്ന് ഷർമറി സത്യം പറയാമുള്ളൂ. നാട്ടിൽ എനിക്കൂടെ എവിടെ ഞാൻ സംസോറ് മെറ്റുള്ളൂ സാർ. നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പൻ തല്ലി ഉടക്കണവന്റെ കാല്. ആശാനൊന്ന് സൂക്ഷിച്ചു നോക്കിക്ക്. അവൻ തന്റെ തേങ്ങ ഉടച്ചിട്ട് പോയതെന്ന് എന്റെ സിൽവെടുത്ത് ആർക്കൊരു വിശ്വാസമില്ലാത്ത സത്യം മനസ്സിലായില്ലേ? ആ ഷഡ് സിൽവെടുക്കും. 92-93 കാലഘട്ടത്തിൽ ഞാൻ ഒന്ന് പോകുമ്പോ പണ്ടക്ക് നാശപ്പുറമില്ലേ ഓറിയുള്ളൂ. അന്ന് ഞാൻ അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഈ പൊട്ടൊന്നും കഷ്ടപ്പെട്ട് പാടുപെട്ട ബുദ്ധിമുട്ടിയ ഞാൻ വരെ പഠിപ്പിച്ചേ ഇതിലും പോലെ പട്ടിയം വളർത്തലായിരുന്നു. കേട്ടോടാ സിബിയെ, കേട്ടോടാ എഴുപത്രാപിടി അങ്ങ് ഡെയിലി മുണ്ടാ. ഓണം സംക്രാന്തി ആഘോഷങ്ങൾ ഏതു ആട്ടെ, എൻ്റെ ഒറ്റുകൊടുത്ത കിട്ട നടക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ നീ പിച്ചായിട്ട് തരുമായിരുന്നല്ലോ. അതല്ല അതിൻ്റെ ഉദ്ദേശം. ബോലോ, ഈ ബോംബെന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പം മുംബൈ എന്ന് പറയും. അടുത്ത ചേരികൾ ഇസ്ലാംസ് ലോക പ്രശസ്തമാണ്. പിടിച്ചുപറിക്കാരും മാധവൻ PS മറാഠി പോലീസുകാരെ കുറിച്ച് ആവരിപ്പിച്ചാണ് മാധവൻ. ഞാൻ പറക്കും പിന്നിലാൻ പൊട്ട പൂജ്യം വായിച്ചു വേണ്ടി പാതിച്ചോളൂ. കണ്ണിമാറ മാർക്കറ്റിലും സെക്രട്ടറിയുടെ പിന്നിലും ഒന്നൊരണക്ക് കഞ്ചാവിട്ട് നടന്നൊരു പഴയ ചരിത്രമല്ലോടോ തനിക്ക്. മകളോടോ എന്തുകൊണ്ട് വാഴരാമ കല്യാണം കഴിച്ചില്ല? എന്തുകൊണ്ട് വാഴരാമ കല്യാണം കഴിച്ചില്ല? അപ്പൊ കുട്ടാ, ഒരു കല്യാണം കഴിക്കണം കേട്ടോ. ഡൽഹിയിൽ നിന്നും ബോംബെന്നും കഞ്ചാവിന്റെ മഴക്കവിടെ നിന്റെ കുത്തനൊഴുക്ക. അത് കാര്യമായിട്ട് പറഞ്ഞതാണോ അതോ ചുമ്മാ പറഞ്ഞതാണോ? ഞാനൊരു പാട്ട് പാടാം. കൊക്കും പൂഞ്ചിരകം ഒക്കും കാട്ടുകിളി ഒക്കും നിന്റെ ഉള്ളം
അമ്മാവാ വല്യമ്മാനും ചെറിയമ്മാനും കൂടി അമ്മൂന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടു. അത് ഞാൻ നടത്തില്ല. വിക്ടോറിയ കോളേജിന്റെ മുമ്പിലെടുത്തല്ലേ, അതിന്റെ ചൊരക്ക് നിനക്കെന്നോട് കാണും എന്നെനിക്കറിയാം. கண்மணி படக்காதலன் நான் எழுதும் லெட்டர் கடதாசி முதல்ல கண்மணி போட்டலங்க பொன்மணி போட்டுக்கோ. மகிழ்ச்சி. நான் திரும்பிட சொல்ல அந்த 20 வருஷம் முன்னாடியே பிடிவில் கவாலிடா தாய் அவ பேசலாமாக்கிட നീയാണല്ലേ, അത് സാരമില്ല, നീ തമ്പിടാ. അപ്പുറം ഗർഭിണിന്റെ കല്യാണം ഉറപ്പിച്ചു, അതും സാരമില്ല, നീ തമ്പിടാ. ഒന്ന് ഞാനാണ് കൊമ്പകുമാർ. താനോടന്ന് മുമ്പ് എനിക്ക് 12 വയസ്സാണ്. ഞാനങ്ങ് വളർന്നു. എന്നോടൊപ്പം എൻ്റെ കുടുംബം വളർന്നു. അത് കുമാര അബദ്ധം പറ്റി പോയതാണ്. അല്ലാണ്ട് ഞാൻ ആലോചിച്ചിട്ട് എന്റെ മോനെ രാധ ഉടക്കുന്നതിന് നിനക്ക് സക്കീർ ഭായ്, ഞാൻ രവനായിക്കൊരു സംഖ്യം ഉണ്ടാക്കിയാൽ അത് തകർക്കാൻ പറ്റില്ല സക്കീർ ഭായ്. എടാ ജോസേ, പലിശയും പലിശയും കൂട്ട് പലിശയും മേടിച്ചിട്ടേ ഞാൻ അവിടുന്ന് പോവും. സത്യം പറഞ്ഞ നിനക്ക് അനുകിനെ കൊല്ല, പക്ഷേ കൂട്ടുകാരനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല അല്ലടാ. ഇതാണ് അബ്ദുള്ള, ഇത് ഷേഖ് അബ്ദുള്ള. ഞാൻ പറഞ്ഞു മനസ്സിലുണ്ടോ? ദിങ്ങടോക്കി പട്ടിയുണ്ട് സൂക്ഷിക്കാൻ എഴുതി വെച്ച പോലെ ആ വീട്ടിൽ കുട്ടിയുണ്ട് സൂക്ഷിക്കാൻ എഴുതി വെക്കണേ നല്ലതായിരിക്കും കേട്ടോ. മാമച്ചനെന്ന് വന്നേ, ഇതാണ് നമ്മുടെ ഇടവപ്പാലേ. അപ്പൊ നിനക്കറിയാലേ, ദിവസം കൊന്നൊക്കെ കുറെ നാളായി. ഇടദിവസങ്ങളിൽ ഒരു കുർബാനയും വിശേഷത. ജാവ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുള്ളാണ്. ശരിക്കും മനസ്സിലായി പറഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. ഞാൻ ലാലിട്ട് നമുക്ക് തെങ്ങിട്ട് കരിപ്പിച്ച് കരിപ്പട്ടൻ ഭ്രാന്ത് അത് വിട്ടുള്ള കളിയിലല്ലേ ഫുട്ടോപ്പ് കസുള്ളി കളിയാക്കാൻ പോയതല്ലേ. എന്നാ കൊച്ചേ പറയുന്നേ, സിനിമയിലും കാണാണ്ട് സിനിമയോടെ സജീവന്നാ ഞാൻ ജാഫർ എടുക്കല്ലേ. എല്ലാവർക്കും എൻ്റെ ലാൽസലാം. നിങ്ങളെല്ലാം കാണാൻ വളരെ സന്തോഷം. നമ്മുടെ സർവ്വ കേരളത്തെ ശബ്ദ കേരളമാക്കിയതിൽ അതിലും സന്തോഷം. സൂപ്പർ കേട്ടോ. 51 എന്നൊക്കെ പറഞ്ഞ എന്താ. നാദിക എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു ബദർ. അതായത് ഇത്രയും സ്റ്റാർസിനെ ഒരുമിച്ച് നമ്മൾ ഫോട്ടോസ് നോക്കി ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ടഫാണ്. അത് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഒരുപാട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സല്യൂട്ട്. നന്നായിരുന്നു. താങ്ക് യു നാദിക. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ബദറിന്റെ? ഇത് നാദിർഷ പറഞ്ഞ പോലെ ഒരു എളുപ്പമുള്ള പണിയല്ല ഇത്. കാരണം ഒരു നടനിൽ നിന്ന് വേറെ നടനിലേക്ക് പോകാൻ വെറും ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ്. ഇപ്പം ഒരു ടൈമർ ഇതിന് ഉണ്ടെങ്കിൽ ഇപ്പോൾ 5 സെക്കൻഡ് അല്ല 10 സെക്കൻഡ്, പിന്നെ ഒരാളിന് 15 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സമയം കിട്ടും. മറ്റേത് ഇങ്ങനെ പടപടാന്ന് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നസീർക്കാ ബ്രദർ ബ്രദർ എന്ന് വിളിച്ചതാ. ഇതൊരു ഭയങ്കര കഴിവാണ് ഇങ്ങനെ നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുന്നതിൽ. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ബദർ ഇത് ചെയ്യുന്നതെങ്കിൽ ഇതൊരു ഭയങ്കര അത്ഭുതമായിരിക്കാം. ഞാനത് വളരെ ഓപ്പണായിട്ട് പറയുകയാണ് കേട്ടോ. ഇതിനു മുമ്പ് പലരും 100ഉം 200ഉം ചെയ്യുന്ന ആൾക്കാർ എൻ്ററായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്കിനിയും പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതിനെ കുറച്ചും കൂടി നമുക്ക് പ്രേക്ഷകരുടെ അഭിപ്രായം കിട്ടണേ ചെയ്യേണ്ടത് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ഒരു സ്ക്രിപ്റ്റഡ് ആയിരിക്കും. ഒരു കഥ, ഒരു സ്റ്റോറി. അതിൻ്റെ അകത്ത് ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് എന്തെങ്കിലും തമാശകൾ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പം ലിപ്പില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ഡയലോഗും പറയാം. അപ്പോൾ ഒരു ഡയലോഗിന് കണക്ട് ചെയ്ത് ഇപ്പോൾ ലാലുലക്സ് ആണ് പറഞ്ഞ് അടുത്ത ജഗദീഷ് ചേട്ടനാണ് വരുന്നതെങ്കിൽ ആ ലാലുലക്സ് പറഞ്ഞതിൻ്റെ ഒരു കണക്ഷനായിട്ട് ജഗദീഷ് ചേട്ടൻ്റെ ഒരു കൗണ്ടർ കിട്ടി പോയാൽ ഇത് അവസാനം കൊണ്ട് നിർത്തുന്ന വരെ ഒരൊറ്റ സ്റ്റോറി ആയിരിക്കും. ഇത് വേറെ ആൾക്കാർ ചെയ്തിട്ടുള്ളത് കൊണ്ടും ഇനി കോമ്പറ്റീഷനാണ് അതിൻ്റെ അകത്ത്. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷനും എന്തെങ്കിലും കൊണ്ടുവരണം. അപ്പോൾ കുറച്ചുകൂടെ ഗംഭീരമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. നന്നായിരുന്നു. എന്തായാലും മാസ്റ്റേഴ്സിന് അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എൻ്റെ സുഹൃത്ത് ഫിറോസിന് ഒരുപാട് നന്ദി.